കേരളത്തിന്റെ വികസന നായകൻ എന്ന് വാഴ്ത്തിപ്പാടുന്ന ഉമ്മൻചാണ്ടി സാറിന്റെ കാലത്ത് നടന്ന ഒരു ഇൻവെസ്റ്റ്മെന്റ് മീറ്റ് സംബന്ധിച്ച കാര്യങ്ങൾ നമുക്ക് പരിശോധിക്കാം. കേരളത്തെ വെറും ഒരാഴ്ച കൊണ്ട് വികസിപ്പിച്ച് ഒരു സിംഗപ്പൂർ ആക്കാമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് അന്നത്തെ മുഖ്യമന്ത്രിയായ ചാണ്ടി സാറും വ്യവസായ മന്ത്രിയായ കുഞ്ഞാലിക്കുട്ടി സാഹിബും ചേർന്നാണ് എമർജിംഗ് കേരള എന്ന ഒരു ഇൻവെസ്റ്റ്മെന്റ് പരിപാടി നമ്മുടെ കൊച്ചിയിൽ സംഘടിപ്പിച്ചത്. 2012 സെപ്റ്റംബറിൽ 12 മുതൽ 14 വരെ ആയിരുന്നു ഈ കലാപരിപാടി. എന്നാൽ ₹1 ഇൻവെസ്റ്റ്മെന്റ് പോലും കൊണ്ടുവരാൻ ഈ പരിപാടിക്ക് കഴിഞ്ഞില്ല എന്നതാണ് ഇതിന്റെ ഹൈലൈറ്റ്. വലിയ ഒരുക്കങ്ങളൊക്കെ ആയിരുന്നു എമർജിംഗ് കേരളയ്ക്ക് വേണ്ടി നടത്തിയത്. 13,36,00,000 രൂപയാണ് KSIDC ചെലവഴിച്ചത്. 2,38,00,000 രൂപ ചെലവഴിച്ചാണ് കൊച്ചിയിലെ ലേ മെറിഡിയനിൽ വേദിയൊരുക്കിയത്. അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള ഒരു കൺവെൻഷൻ സെന്ററാണ് ലേ മെറിഡിയനിൽ ഉള്ളത്. അവിടെ വേദി ഒരുക്കാൻ എന്തിനാണ് ഇത്രയും അധികം തുക എന്നൊന്നും ചോദിക്കരുത്. കാരണം ചാണ്ടി സാർ സത്യസന്ധനും സുതാര്യനുമാണെന്ന കാര്യം ഇത്തരം ഘട്ടങ്ങളിൽ നമ്മൾ ഓർക്കണം. ഒരു പദ്ധതി പോലും നടപ്പായില്ല എന്ന് മാത്രമല്ല, ഇന്നത്തെ VD സതീശൻ വരെ അന്ന് ഇതിലെ ചാണ്ടി സാറിന്റെ പദ്ധതികളെ എതിർത്തു. അതിപ്പോ ചാണ്ടിക്കാലമായാലും പിണറായി കാലമായാലും സതീശൻ സാർ ഇൻവെസ്റ്റ്മെന്റുകളെ കണ്ണും പൂട്ടി എതിർക്കുമെന്ന് അദ്ദേഹത്തിന്റെ ഫാൻസുകാർക്ക് വേണമെങ്കിൽ അഭിമാനിക്കുകയും ചെയ്യാവുന്നതാണ്. അതുപോട്ടെ, നമ്മുടെ വിഷയത്തിലേക്ക് തന്നെ നമുക്ക് വരാം. അങ്ങനെ ₹1 നിക്ഷേപം പോലും വരാത്ത പരിപാടി 8 നിലയിൽ പൊട്ടിയപ്പോൾ പറഞ്ഞത് ഇത് ഇൻവെസ്റ്റ്മെന്റ് മീറ്റ് ആയിരുന്നില്ല, മറിച്ച് കേരളത്തെ നിക്ഷേപകരുടെ മുന്നിൽ ഇങ്ങനെ പ്രദർശിപ്പിക്കുന്ന ഒരു പരിപാടിയാണ് എന്നാണ്. IT പാർക്കുകൾ പോലുള്ള വലിയ പ്രൊജക്ടുകൾ മാത്രമായിരുന്നില്ല എമർജിംഗ് കേരളയിലൂടെ വരുമെന്ന് പറഞ്ഞത്. എമർജിംഗ് കേരളയുടെ ഭാഗമായി ക്യാബറ ഡാൻസും ഡിസ്കോ ഡാൻസും തുടങ്ങാൻ വരെ പദ്ധതി ഉണ്ടായിരുന്നു. IT പാർക്കുകളിൽ പിണറായി സർക്കാർ പബ്ബ് തുടങ്ങാൻ പോകുന്നു എന്ന വാർത്ത വന്നപ്പോൾ തന്നെ ഹൃദയാഘാതം വന്ന കോൺഗ്രസ് മുസ്ലിം ലീഗ് അണികൾക്ക് അഭിമാനിക്കാവുന്ന ഒരു പദ്ധതിയായിരുന്നു ഇത്. ക്യാബറ ഡാൻസിന്റെ കാര്യം വെറുതെ പറയുന്നതല്ല, ഇതൊക്കെ രേഖകൾ ഉള്ളതാണ്. ഇൻകൽ തയ്യാറാക്കിയ ഡെവലപ്മെന്റ് ഓഫ് നൈറ്റ് ലൈഫ് സോൺ അർബൻ എന്റർടൈൻമെന്റ് സെന്റർ ഓഫ് വേളി എന്ന് പേരിട്ടിരുന്ന പദ്ധതിയിലാണ് ഇക്കാര്യം ഉണ്ടായിരുന്നത്. തീമാറ്റിക് റെസ്റ്റോറന്റ്, ക്യാബറ തിയേറ്റേഴ്സ്, ഡിസ്കോ ഹെക്ക് എന്നിവയാണ് ഉൾപ്പെടുത്തിയിരുന്നത്. 5 നിലകളുള്ള കേന്ദ്രത്തിൽ തീമാറ്റിക് റെസ്റ്റോറന്റുകൾ, ക്യാബറ തിയേറ്ററുകൾ, ഡിസ്കോ കോമഡി ജാസ് തിയേറ്ററുകൾ, അതുപോലെ ഡാൻസ് ഫ്ലോറുകൾ, കൂടാതെ ഫ്ലെക്സിബിൾ പെർഫോമൻസ് സ്പേസസ്, മദ്യശാലകൾ, TV വീഡിയോ സ്റ്റുഡിയോകൾ, ആർട്ട് ഗാലറി എന്നിവയൊക്കെ ഉണ്ടാക്കും എന്നായിരുന്നു പറഞ്ഞിരുന്നത്.